വിദ്യ മോളെ நீங்க சூனி வச்சிருந்தா அப்பவும் மரியாதை போயிடுச்சு. വേണ്ട கிடையாது. വേണ്ട ரொம்ப அமைதி. മര്യാദക്കാ വേണ്ട വേണ്ട எனக்கும் അടുത്തടുത്ത് കൊന്നാലും എനിക്ക് സ്റ്റാറ്റസിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. താഴും വയലും ചെയ്യും. மேல மேல கை എന്ത് ചെയ്താലും എന്താവില്ല. എനിക്ക് ആരും വേണ്ട. വേണമെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ചിട്ട് വെക്കാം. റിയാവ് അമിച്ചുടുங்களா? ഒന്നും കൂടെ കേട്ടോ, അടുത്ത ആഴ്ച റിയയുടെ കല്യാണം, അതുകൂടെ കണ്ടിട്ട് വെക്കാം. വേറെ എന്തെങ്കിലും ഇതാണ് അച്ഛൻ നല്ലത്. അച്ഛനാണ് പറയാൻ തന്നെ എനിക്ക് അറുവറുപ്പായിരിക്കണം. நீங்களும் பணம் சம்பாதிக்கணுமா? அப்ப நான் சொல்ற ஆப் உடனே டவுன்லோட் பண்ணுங்க. 1xbet மூலம் கிரிக்கெட், ஃபுட்பால், டென்னிஸ் போன்ற கேம்கள் இருக்கு. நீங்க கரெக்டான பாயிண்ட் எடுத்தா நீங்களும் பணம் சம்பாதிக்கலாம். நீங்கள் முதல் முறையாக நீங்க டெபாசிட் செய்வதன் மூலம் 43,000 வரைக்கும் நீங்க வின் பண்ணலாம். இந்தியாவில் பிரீமியர் லீக் தொடங்க உள்ளதால் நீங்கள் கரெக்டான அணியை தேர்ந்தெடுத்து நீங்க பணத்தை வெல்லலாம். நீங்க எளிதாக பணத்தை வித்ரா பண்ணிக்கலாம். பேடிஎம், பேங்க் புக் அண்ட் பேபால் மூலமா நீங்க வித்ரா பண்ணிக்கலாம். 1xbet ஆப்பில் 24/7 கஸ்டமர் சர்வீஸ் உண்டுங்க. நான் சொல்றது விட்டு இந்த கேம் விளையாடாதீங்க. உங்க விருப்பத்துக்கு ஏற்ற மாதிரி இந்த கேம் விளையாடுங்க. അവളിന് ജീവിക്കേണ്ടത് അവൻ്റെ കൂടെയാണ്. അതിന് ഇതിപ്പോൾ ഇത്ര വർഷം 10-21 വരെ നമ്മുടെ കൂടെ ജീവിച്ചു അവൾ. ഓക്കെ, 10-21 വയസ്സ് നമ്മളോടല്ല ജീവിച്ചത്. ഇനി ജീവിക്കാൻ നമ്മുടെ അവൻ്റെ കൂടെയാണ്. ഇനി അതിരുന്ന് 30 വർഷം ആയിക്കോട്ടെ, 40 വർഷം ആയിക്കോട്ടെ, ഇനി അവൾ മരിക്കണവരെ ജീവിക്കേണ്ട അവൻ്റെ കൂടെയാണ്. നമ്മളത് മറക്കണ്ട. ഏതൊരു പെൺകുട്ടിക്കും വരുന്നത് അതാണ്. അത് ജനിച്ചതായി നമ്മുടെ കൂടെ ഇരുന്നു എന്ന് കണ്ടില്ലേ. ഇനി പോണ വീടാണ് അവളുടെ എല്ലാതും. അവളിനി അവൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത്. അത് നിങ്ങൾ മറക്കണ്ട. ഇപ്പം അച്ഛൻ വാശി പിടിച്ചതാക്കിയിട്ട് അവളിനി ഇപ്പം നാളെ ഇറങ്ങി പോകേണ്ടി വന്നതിന് ഇതൊക്കെ അവൻ മനസ്സിൽ വെച്ച് ഇതായി പെരുമാറി. അവൻ പെരുമാറില്ല, അവനായതുകൊണ്ട് പെരുമാറില്ല. വേറെ ഏതെങ്കിലും ആണാണെങ്കിലല്ലോ അത് വെച്ച് കുത്തി കാണിച്ചിട്ടുണ്ടല്ലോ അവളെ ജീവിതം സ്പോയിലും. അച്ഛനായിട്ട് അവളെ ജീവിതം സ്പോയിൽ ചെയ്യിപ്പിക്കണ്ട കേട്ടാ. ഞാൻ പറഞ്ഞ ஒரு நாள் உங்க பொண்ணை சரியா பாத்துக்கல அப்படின்னா தாராளமா நீங்க கூட்டு வந்துருங்க. தமிழ்நாட்டுல இருந்து கூட்டு வந்துருங்க. என்னை நம்பி நீங்க அனுப்புங்க. எந்த குறை இல்லாம நான் பாத்துக்கிறேன். நான் படிக்க வச்சுக்கிறேன். അവൻ നോക്കിയില്ലെങ്കിൽ അച്ഛൻ എന്നെ കൊന്നോ. എനിക്ക് അവൻ അത്ര വിശ്വാസമുണ്ട് അവൻ്റെ മേലിൽ. അവൻ അവളെ നല്ല രീതിയിൽ നോക്കില്ല എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്കില്ലേ അവർ രണ്ടുപേരും നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നെ ഉണ്ടല്ലോ കൊന്നോ, അല്ലെങ്കിൽ അച്ഛനില്ലേ ഒരു ബോട്ടിൽ വിഷം ഞാൻ കുടിച്ച് ചാവഴ. എനിക്ക് അവൻ അത്ര വിശ്വാസമുണ്ട് അവൻ്റെ മേലിൽ. അവിടെ രക്തത്തോടെ അവനെ സ്നേഹിച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് അവളൊന്ന് കാണാൻ പാടുന്നത്. അവളെ കണ്ട ഞാൻ പോവാച്ചാ. അച്ഛന് ഒരു ഇത്തിരി പോലും വിഷമം തോന്നുന്നില്ല അവൻ്റെ ഇത് കാണുമ്പോൾ. ഞാൻ എൻ്റെ അച്ഛൻ തന്നെയല്ലേ നിങ്ങളുടെ സ്വഭാവം തന്നെയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലില്ലേ നല്ലതുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സംസാരിക്കണം അച്ഛാ. അവനെ മാത്രം അച്ഛൻ്റെ അടുത്ത് തുടരണ്ട. നിങ്ങൾ എന്നെ അടിക്കുക കൊല്ലുക ഇനിയിപ്പോൾ കത്തി എടുത്തുകൊണ്ടുണ്ടല്ലോ കുത്തിയാൽ ഞാൻ മിണ്ടാണ്ട് നിൽക്കും. പക്ഷെ അവൻ്റെ മേൽ തൊട്ടാൻ അച്ഛനായിരുന്നില്ലേ. അച്ഛൻ എന്നല്ല ഏവനാണ് ഞാൻ വെറുതെ വിടില്ല കേട്ടാ. അതാരായിക്കോട്ടെ, എത്ര വലിയതാണ് ഞാൻ വെറുതെ വിടില്ല. അവൻ എന്നെ വിശ്വാസം ഇവിടെ വന്നിക്കണത്. എന്നെ മാത്രം വിശ്വസിച്ചിട്ട് അവനെ ഞാൻ നോക്കും. എന്താ വിദ്യ റിയ മോളെ അച്ഛാ അച്ഛാ മോളെ അവിടെ റിയ എവിടെ? വിളിക്കാം അവളെ. എന്തേ அவளுக்கு இனி வேண்டாயே. அவளுக்கு அச்சை மாத்திரம் மதி. ரியா என்ன சொல்ற?
எனக்கு நல்லாவே தெரியும் உங்கள் அப்பா சொன்னதை தான் அவ்வளோ தூரம் பேசுகிறேன்ட்டு தயவு செஞ்சு கூப்பிட அவ்வளோ வெளியே கூப்பிடு. ചിരിക്കണ്ട അച്ഛാ, ചിരിക്കണ്ട. கூப்பிடுமா മോളെ വിളിക്കുമോ? മോളെ വിശ്വസിച്ച് വന്ന അവനെ ഇപ്പൊ പൊട്ടനാക്കിയ പോലെയല്ലേ നമ്മള്. വേണ്ട, ചുമരിനെ കുത്തി നിങ്ങളുടെ മുഖത്ത് കുത്താൻ എനിക്ക് അറിയണ്ടല്ലോ അച്ഛാ. വേണ്ട. நான் எதுவும் பேசக்கூடாதுன்னு ரொம்ப அமைதியாக இருக்கிறேன். நான் அவர் பேச வேணும்னு சொல்லியே கூப்பிட்டு வந்தார். அதுக்கு ரொம்பலாம் பண்ணாதீங்க. உங்கள் வீட்டில் வந்து நான் வந்து நான் வாயில் എടുക്കാനല്ല അവിടെ വന്നിക്കരുത്. இப்போ என்னம்மா சொல்கிறேன் பாரு. അവളെ വിളിക്ക് അച്ഛാ, അവളെ വിളിക്ക്. നിങ്ങളുടെ ആ ചിരി എന്തൊന്നും വേണ്ട അച്ഛാ, പ്ലീസ്. ദയവീത് ഞാൻ പറയുന്നത് വേണ്ട. ഞാൻ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരുത്തണ്ട. അവനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കുത്തിയ കുത്ത് എനിക്ക് ഒരു മാറി കുത്താൻ വലിയ വ്യത്യാസമില്ല അച്ഛാ. അച്ഛൻ നല്ല മര്യാദ ഞാനത് വെക്കുകയാണ്. கம்பெனி கொடுத்தா அதோட முடிஞ்சிச்சு. சரிங்களா? உங்களுக்கு வயசு இருக்குது, வேண்டாம், தாங்க மாட்டீங்க. അവനെ തുടണ്ട. இதே பாலக்காட்டில் நான் கம்பெனி கொடுப்பேன். இதே பாலக்காடு போலீஸ் ஸ்டேஷனில். വേണ്ട അച്ഛാ, வேண்டாம் എന്നെ എന്ത് വേണം ചെയ്തു അച്ഛൻ? என்னதான் சொல்ல வரீங்க? அவர் கூப்பிடுங்க, அவங்க அண்ணன் അവള് വരില്ല. என்னாச்சு அஜியா என்ன சொல்ற இப்போ உன்கிட்ட? பிரியா பிரியா, ஏன் என்னாச்சு? என்ன சொல்றேன்? அவளே சொன்னாளா? சத்தியமா அவளே சொன்னா வேணான்ட்டு. നീ പേസി പറ്റിയാ? നീ ഞാൻ കുറെ സംസാരിച്ചു, പക്ഷെ അവൾക്ക് ഇനി വേണ്ട. അവൾക്ക് ലണ്ടൻ പുരിയില്ല. അച്ഛൻ്റെ കേട്ടിங்களா? തയ്യാറാക്കി കൊടുത്ത് വെക്കണേ മതി. யார் தயாராகி கொடுத்துருக்கு? ആ ലണ്ടനിലെ അവൾക്കത് മതി. எப்படிடா நான் எப்படி ஒரு சீட்டை மாற்ற முடியும்? 4 ദിവസമായിട്ട് അമ്പലത്തിലൊക്കെ പോയി വരുന്നു. എൻ്റെ അനിയച്ച വേണ്ട. ഞാൻ പലതവണയെ പറയണം അച്ഛനെ കൊണ്ട്. വേണ്ട, എന്നെ കൊണ്ട് അടുപ്പിക്കരുത്. நைட்டில் கூப்பிட்டு போகிறாங்க தினமும். ഞാൻ പാതിരാത്രിയെ കയറി വരുന്നു. അമ്പലത്തിൽ പോവാണെങ്കിൽ അമ്പലത്തിൽ മാത്രമേ. கோயிலுக்கு கூப்பிட்டு போய் என்ன பண்ணும்? ഇതിനെ കാട്ടി നല്ലത് അച്ഛാ, വിട്ടറ്. ഇതിനെ കാട്ടി നല്ലതല്ലേ? വേറെ എന്തെങ്കിലും ചെയ്യണ അച്ഛൻ നല്ലത്. വരാതെ വിട്ടറ്. ഇനി ഇരുന്നില്ല, ഇനി ഇരുന്നില്ല. ഒരേ നിമിഷം அவளை வெளியே முடிஞ்சா பேசலாம். ஆனால் நான் 99% சொல்கிறேன் அவன் அவள் வராது. ஏன் வராது? எதுக்கு? இந்த கூடோத்திரம் தெரியுமா? சூன்யம். இதை விட வேறு எதுவுமே சொல்ல முடியாது. இந்த அளவுக்கு இவ்வளோ கேவலமாக கீழ்த்தரமாக போயிட்டு நானும் அவங்க மேலே அவ்வளோ மரியாதை வச்சுருந்தேன். അച്ഛാ ഇത്രയൊക്കെ തരണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അച്ഛാ. அப்படி வச்சு தான் அவளை கை பண்ணி கொடுக்கணும். என்ன அவ்வளோ ഒരു മിനിറ്റ് അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ് അവളെ അല്ലാണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാണ്ടെന്ന് അവളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അച്ഛൻ പറഞ്ഞ ഞാൻ ചെയ്യായിരുന്നു. തൂങ്ങിച്ചാവിടെ അവരെ തൂങ്ങിച്ചത്തുണ്ടാവും. ഇത് കൂടോത്രം ചെയ്തിട്ട് നാണമുണ്ട് അച്ചാച്ചന്? നാണമാനുണ്ടാ? அப்போ இந்த பொண்ணு லவ் பண்ணாலும் இப்படி தான் பண்ணுவீங்க? அசிங்கமாக இல்லையா உங்களெலாம்? நினச்சேன், நினச்சேன்
ஒரு வாரத்தில் எப்படா மாற முடியும்? அவ்வளோ சண்டையிலையும் അவ்வளോ പ്രശ്നയിலைയും എന്നെ വിട്ടു. അല്ലല്ല ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ അച്ഛനാണെന്ന് പറയാനും കൂടെ ഇല്ല യോഗ്യത ഇല്ലാണ്ടായി നിങ്ങൾ ഈ ചെയ്ത ഈ പരിപാടിക്ക്. മകനല്ല പിന്നെന്താണ്? ஏன்னா இப்படிலாம் இருக்கிறாங்க இவ்வளோ இதுவா? எத்தனை நாள் அதை வச்சுருப்பீங்க? ஓரளவு பிடிக்கல, உங்கள் பெரிய பொண்ணு பிடிக்கல, அந்த வாழ்க்கை பிடிக்கல, என்ன பண்ணுவீங்க? திரும்ப இன்னொருத்தனை பார்த்து கல்யாணம் பண்ணி வைப்பீங்களா? பதில் சொல்லுங்கள் ஃபஸ்ட்டு. വേസ്റ്റ് വാടാ. கை 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 വാ പോട്ടെ വാ. എന്നാ കേളു വാ. ഞാനും ഉണ്ടെന്നാ കൂടെ. വാ മോളെ വാ വാ പോടാ. എങ്ങടാണ്? ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് എന്റെ ജീവിതം കൂടെ നോക്കണ്ടേ? ഓ ഇത്രയ്ക്ക് ആയോലിയെ അച്ഛൻ നോക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് എന്റെ ഏട്ടൻ നോക്കും. ഇവനെ ഞാൻ എഴുതി തള്ളി വെള്ളം തിളക്കിയ വിട്ടവേ. ഇവൻ നിന്നെ നോക്കാം. ഇവനെ നോക്കണം. എന്താണ് ഒന്ന് ചിരിപ്പിക്കണ്ട അച്ഛാ. വേണ്ട അച്ഛാ വേണ്ട. അത് അവിടെ എന്റെ അനിയത്തി തന്നെ വേണ്ട. വരില്ലേ? എന്താണ് മനസ്സിലായില്ല? അച്ഛാ എഴുതി തള്ളി எல்லாருமே சூடி வைக்க முடியாது. எல்லாருக்கும் சூடி வச்சு நம்ம பக்கம் இழுக்க முடியாது. அதை முதல்ல நல்லா மைண்டில் ஏற்றிங்க. இவ்வளோ கேவலமாக இவ்வளோ கீழ்த்தரமாக போய் சத்தியமாக நினச்சி விடும்பாங்க. நான் ஒரு மரியாதை வச்சுருந்தேன். இவர் மேலே என்ன மரியாதை வச்சுன்னா அதை டபுள் மடங்கு உங்கள் மேலே வச்சுருந்தேன். ஆனால் இவ்வளோ கேவலமாக ஒரு பொண்ணை இப்படிலாம் மாற்றிக்கின்னு சத்தியமாக சொல்கிறேன். இப்போ தான் பார்க்கல, தமிழ்நாட்டில் இப்படிலாம் கிடையவே கிடையாது. ஒன்று வெட்டி கூட போட்டுருவாங்க. ஆனால் இந்த மாதிரிலாம் மந்திரம் இது மாதிரிலாம் செஞ்சு பசி மருந்து வச்சு மந்திரம் തന്നെ വേണമെങ്കിൽ അവളെ കഴുത്തറുത്ത് കൊല്ലാനും ഞാൻ മടിക്കില്ല. நீ அப்படி சாவடிச்சு போட்டு நான் பெருமைப்பட்டிருப்பான். ஆனால் இந்த அளவுக்கு மந்திரத்தை வச்சு அவன் மாக்கி வேற ஒருத்தர் கட்டி கொடுத்து என்னத்தை எடுத்து போக போகிறீங்க? அப்போவே சொன்னானுங்க இங்கெல்லாம் மந்திரங்கள்லாம் அதிகம்ட்டு. அவளை கொன்னாலும் എനിക്ക് நான் பேசுறேன்னா எப்படி வேணா பேசலாம். அவ்வளோதான், ரொம்ப அமைதியாக இருக்கும். எப்படி இந்த மந்திரம் சொன்னியோ அப்பவே நான் வந்து வேணாம் அவ்வளோதான் சொல்லிட்டேன். എന്റെ സ്റ്റാറ്റസിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. താഴും ചെയ്യും, വയറും ചെയ്യും. மேலே மேலே கை வச்சு പോട്ടെ. നിങ്ങൾ എന്നെ എന്ത് വേണം ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്ത് ஒன்று என்ன வேணாலும் பண்ணுவோம், நாங்கள் கம்முன்னு இருப்போம். சும்மா இல்லை எப்போ நீங்கள் சூனி வச்சிருந்தாலும் அப்பவும் மரியாதை போயிடுச்சு. അച്ഛാ വേണ്ട மரியாதை கிடையாது. വേണ്ട. ரொம்ப அமைதி. മര്യാദക്കാ വേണ്ട. വേണ്ട കഴുത്തറുത്ത് எனக்கும் എനിക്ക് തരില്ല. അവിടെ கழுத்தை അടുത്തടുത്ത് കൊന്നാലും എനിക്ക് കെട്ടി തരില്ല ഞാനേ. இதுக்கப்புறம் தேவையில்ல. இந்த அளவுக்கு சூனியை வச்சு இந்த அளவுக்கு ஒரு பொண்ணை மாத்திட்டு தேவையில்ல. അച്ഛാ ഒരു മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. എന്താ തോന്നേ? പറഞ്ഞില്ലേ അവന് കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താണ്? அன்னைக்கே தூக்கி இருக்கணும், கூட்டு போய் என்ன தெரிஞ்சு അന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറണ്ടാവും. நின்று அந்த கையில தொங்கிருக்க வேண்டியது. ശരി ഓ അവനെ ஓகேவா? பொண்ணுங்க வந்து உங்க வீட்டுல உட்காந்து சாப்பிட வரேன் நான் ஒன்றும். അവനെ തള്ളണ്ട വിട്. അച്ഛാ വേണ്ട. അവനെ ഒരു അടി അടിച്ചാൽ നിങ്ങളില്ല. எல்லாரும் பாக்குறாங்க சுத்தி എല്ലാരും இதோட அசிங்கம் வேற ஒண்ணுமே கிடையாது. இந்த பொண்ணு நான் லவ் பண்ண நாளைக்கு எவ்வளோ பார்த்தாலும் சொல்லுவானு வந்து. എന്താണ് വിളിക്കാൻ പോയിട്ടുണ്ടോ? എനിക്ക് നടക്കണമെന്നില്ല. പിന്നെന്താ കാണിച്ചിട്ട് உள்ள இருக்கா? ഉള്ളിലുണ്ട് അവിടെ. പക്ഷേ அவன் எப்படி இதுவா இருக்கா பாருங்களா, உள்ளார வெளியே வராமலே. எப்படி அந்த அளவுக்கு எப்படி பண்ண முடியும்? செப்பல் எடுத்துட்டு வா. வரன அறியாத வரன என்ன போயிருக்கா தெரியல. இல்லை ஒரு மாதத்துக்கு முன்னாடி எப்படி இருந்தால் இப்போ எப்படி இருக்கா பாருங்களேன். ரியா வரா தண்ணியை എന്താച്ചാ കാട്ടണേ? എന്താച്ചാ കാട്ടണേ? നേരത്തെ തന്നില്ല എനിക്ക്, ഇപ്പൊ നീയും ഇല്ല. தான் கொடுக்க போகிறீங்களா? இன்னும் 2 நாள் எப்படியும் வந்து சூனியை வச்சு திரும்ப கூப்பிட தான் போகிறீங்க அந்த பொண்ணையும். എൻ്റെ അനിയത്തിയാ. എൻ്റെ അനിയത്തി ഒരു എന്ത് ചെയ്താലും എന്താവില്ല. എനിക്ക് ആരും വേണ്ട. വേണമെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ചിട്ട് വെക്കാം. ரியா அனுப்பிச்சு விடுங்களா? ഒന്നും കൂടെ കേട്ടോ, അടുത്ത ആഴ്ച റിയയുടെ കല്യാണം, അത് കൂടെ കണ്ടിട്ട് വെക്കാം. വേറെ എന്തെങ്കിലും ഇതാണ് അച്ഛൻ നല്ലത്. ഛേ, അച്ഛനാണ് പറയാൻ തന്നെ എനിക്ക് അറുവറുപ്പായിരിക്കണം. எல்லாரையும் அனுப்பிச்சு விட்டு என்ன தான் பண்ண போகிறீங்க நீங்களா? இப்போ இந்த பொண்ணு வரீங்க മോളെ വാശി പുറത്ത് പറയാൻ നിൽക്കണ്ട. എൻ്റെ കൂടെ വരുന്ന നീ നിൽക്കണമെങ്കിൽ നിന്നോ. ഇവിടെ നിന്ന് എൻ്റെ ജീവിതം പ്രിയനെ പോലെ അവസാനമായാണ്. അവൾക്ക് ചേട്ടൻ്റെ ഒപ്പം വന്നിട്ട് ആഘോഷിക്കാൻ പറ്റി, സായിനെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റി. ഇപ്പോഴോ അതൊന്നും ഇല്ലാണ്ടായില്ലേ?
എൻ്റെ ജീവിതം അങ്ങനെ ആവത്തുള്ളൂ. എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ഒരു ജീവിതം ആഘോഷിക്കണ്ടേ. സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് കിട്ടണ്ടേ. ഇവിടെ നിന്നാൽ എനിക്ക് കിട്ടുമോ? ഇതൊരു പ്രശ്നമാവും പോകുന്നത്. ഇല്ല വാ തങ്കച്ചി വേണം വാ വാ